ആത്മഹത്യയുടെ റീൽസ് ചെയ്യുമ്പോൾ കണ്ടു അത് അവസാനം നിയമത്തിലേക്ക് എത്തി. എന്ത് സാധനം ഒരു കാരണവശാലും ഒരു റീൽസിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഒരു വീഡിയോയിലൂടെ ഇപ്പം ഞാൻ ഈ ആത്മഹത്യയുടെ 30 മിനിറ്റോളമുള്ള ഏകദേശം അരമണിക്കൂറുള്ള ഒരു വീഡിയോ പിന്നെ തൃശ്ശൂരിൽ നിന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് അത് 30 മിനിറ്റ് ഞാൻ സെറ്റാക്കിയിട്ടില്ല. പക്ഷെ ഈ രണ്ടാമത്തെ വീഡിയോ 30 മിനിറ്റോളം ഞാൻ ആത്മഹത്യയുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കുറച്ച് കാര്യങ്ങൾ അതോടൊത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് ഒരാൾ എന്തെങ്കിലും സംസാരിച്ചു എന്ന് വെച്ച് അത് ഒന്ന് എൻ്റെ അനുഭവം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു മുഴുവനായിട്ടുള്ള സംഭവമാണോ എന്ന് വെച്ചാൽ അല്ല. ഇനി അനവധി ആളുകളുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അനവധി ഡോക്ടേഴ്സിൻ്റെ അനവധി വലിയ വലിയ പ്രമുഖരായ വ്യക്തികളുടെ ഇത്തരമൊക്കെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമ്മുടെ സാമൂഹിക സ്ഥിതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ വലിയ മാറ്റം വരുത്താൻ കഴിയും. പക്ഷെ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വ്യൂവേഴ്സ് കുറവാണ്. വളരെ വ്യൂവേഴ്സ് കുറവാണെങ്കിൽ 1-2 ആളുകൾ കാണുന്നവർ ഇതിൽ ഞാൻ ചെയ്യുന്ന ഓരോ എന്തെങ്കിലും വീഡിയോസ് അത് ഈ പറഞ്ഞ പോലെ റീൽസ് ആണ്. ഇപ്പം ഇന്നലെ ഇവിടെ നിന്ന് വരുന്ന തൃശ്ശൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന റീൽസ് അത് അത്യാവശ്യം ആളുകൾ കണ്ടു. അപ്പോൾ ഈ റീൽസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമേ വരുന്നുള്ളൂ, ആളുകൾ കാണുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കണ്ടന്റ് ഇല്ല, ഒരു കണ്ടന്റ് ഇല്ല, ഒരു കണ്ടന്റും പറയാൻ കഴിയില്ല. ഒരു സംഭവത്തെക്കുറിച്ച് ഒരു കാരണവശാലും ഒരു കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പറയാൻ കഴിയില്ല. സംഗതി നമുക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പ്രകാശ വർഷങ്ങളുടെ സൂര്യൻ്റെ അത് ഇത് അങ്ങനെയുള്ള സംഭവമൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലാക്കി വന്ന് അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി വരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ നീണ്ട പ്രയത്നം ആവശ്യമാണ്. എന്നെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ശരിയായ രീതിയിലുണ്ടെങ്കിൽ, എന്നിൽ നിന്നും എന്തെങ്കിലും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അത് വീട്ടിലെ കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എടുത്ത് പറയാൻ തന്നെ ചെയ്യും, നാട്ടിലെ കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എടുത്ത് പറയാൻ തന്നെ ചെയ്യും. അതാണ് ഇപ്പം ഞാൻ ഇത്രയും സമയം ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ അടുത്ത കാലങ്ങളിലായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ അതാ വീട്ടിൽ തന്നെയാണ് ഇപ്പം ഇരിക്കുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുണ്ടായ സാഹചര്യം കാരണം ഇപ്പം വേറിട്ടൊരു രീതിയിലാണ് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നത്. ഇപ്പം ഞാനിവിടെ വരുമ്പോൾ വീട്ടുകാരോട് പാടില്ല, വീട്ടുകാരോട് ഉണ്ടാകുമ്പോൾ ഞാനിവിടെ പാടില്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് എന്നോട് പെരുമാറിയതും ഞാൻ അവരോട് പെരുമാറിയതും വളരെ മോശമായിരുന്നു. അപ്പൊ ഇനി ആ ഒരു മോശം ക്ലാഷിലേക്കും രണ്ടു കൂട്ടരും ആത്മഹത്യയിലേക്കോ ഈ പറഞ്ഞ പോലെ കൊലപാതകത്തിലേക്കോ പോകണ്ടെന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് ഇതിന് ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അതുവഴി ഇപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ആത്മഹത്യ കുറയ്ക്കാൻ നമുക്ക്.